നമുക്കൊപ്പം കുറുപ്പ് സാർ ചേരുന്നുണ്ട്. കുറുപ്പ് സാറേ നമസ്കാരം. നമസ്കാരം. കുറുപ്പ് സാറ് ഇവിടുത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അല്ലേ? അപ്പോൾ രണ്ട് സന്തോഷ വാർത്തയുണ്ട്. ഒന്ന്, CBL നടത്തും. രണ്ട്, നെഹ്റു ട്രോഫി വള്ളംകളി യാഥാർത്ഥ്യമായി. സന്തോഷമായില്ലേ? വളരെ സന്തോഷം. വളരെ എല്ലാം ഉഷാറാണ്. എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഉഷാറാണ്. എല്ലാം 19 എണ്ണം എല്ലാം ഉഷാറാണ്. ഓഗസ്റ്റ് 10 നടത്താനും ഞങ്ങൾ ഉഷാറ് തന്നെയാണ്. ഓഗസ്റ്റ് 10 നടത്തുന്നതിനും നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതാണ്. പക്ഷേ അവിചാരിതമായി ഉണ്ടായ വയനാട് ദുരന്തത്തിൽ കളി മാറ്റിവെക്കേണ്ടി വന്നു. നമുക്ക് വളരെ പ്രയാസമുണ്ടായ നമുക്കും അത് മാറ്റിവെക്കുന്നതിനോട് പൂർണ്ണ യോജിപ്പായിരുന്നു. ഗവൺമെൻറ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്തു എന്നതാണ് എനിക്ക് അതിനകത്ത് അഭിപ്രായപ്പെടാനുള്ളത്. കാരണം അത്തരത്തിലൊരു തീരുമാനം തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഏത് ആവേശത്തിൻ്റെ ഉള്ളിലും മനുഷ്യസ്നേഹികളായ ആർക്കും ആ വള്ളംകളി അന്ന് മാറ്റിവെക്കാനേ കഴിയുള്ളൂ. അതിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിച്ചു. പക്ഷേ അതിനുശേഷം ഒരു അനിശ്ചിതത്വത്തിൻ്റെ ഒരു ലക്ഷണം കണ്ടപ്പോൾ എല്ലാ വള്ളംകളിയെ സ്നേഹിക്കുന്നവരും ഇതിൽ ബന്ധപ്പെട്ട സംഘടനകളും വള്ളങ്ങളുടെ അസോസിയേഷനും ക്ലബ്ബുകളുടെ അസോസിയേഷനും എല്ലാം ഗവൺമെൻറ്റിനെ സമീപിച്ചു. എനിക്കതിലുപരി പറയാനുള്ളത്, ഞാനിപ്പോൾ നിങ്ങളുടെ ചാനലിൽ പറയുന്നു എന്നുള്ളത് കൊണ്ട് പറയുകയല്ല, ഒരുപക്ഷെ ഈ 70 വർഷത്തിലെ ഒരു 40 വർഷത്തെ അനുഭവം വള്ളംകളിയിലുള്ള ആളാണ് ഞാൻ. അതിൽ ഒരു 4 നൂറ്റാണ്ടോളം കാലം ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു ദൃശ്യമാധ്യമം ഇത്രയും സമയം ഈ മഹത്തായ ഈ ജലമേളയെ, ഈ കുട്ടനാടിൻ്റെ ജീവതാളത്തെ, കേരളത്തിൻ്റെയും ആലപ്പുഴയുടെ പ്രത്യേകിച്ചും വികാരമായ ഈ നെഹ്റു ട്രോഫി ബോട്ട് റേസിനെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ എടുത്ത ഈ സ്ട്രെയിൻ, ഇതിന് മുടക്കിയ പണം, ഇതിനു വേണ്ടി എടുത്ത സമയം, ഇതിൻ്റെ അധ്വാനം, പിന്നെ താങ്കളെപ്പോലെ ഒരു യങ് എനർജറ്റിക് പത്രപ്രവർത്തകൻ എടുത്ത ഇനിഷ്യേറ്റീവ്, ഇതിനെയൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഈ രംഗത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിലും നെഹ്റു ട്രോഫിയുടെ ഒരു മുഖ്യ സംഘാടകരിൽ ഒരാളെന്ന നിലയിലും എനിക്ക് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. താങ്ക് യു സാർ. കുറുപ്പ് സാറേ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള കുറേ മനുഷ്യർ, കുറേ അധ്വാനമാണ്, എനിക്കൊന്നു ഒരു വർഷം തന്നെ നീണ്ടു നിൽക്കുന്ന അധ്വാനമാണ് CBLും നെഹ്റു ട്രോഫിയും. അപ്പോൾ അതൊക്കെ മുടങ്ങിപ്പോകുന്നത് ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഞങ്ങൾ ആദ്യം വിചാരിച്ചു യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ നിലപാടെടുത്താൽ തിരിച്ചടിയാവുമോ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ. പക്ഷേ പിന്നീട് ഞങ്ങൾ പോയ ചൂരൽമല മുണ്ടക്കയിലെ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു, അവരും പറഞ്ഞു നിങ്ങളത് നടത്തണം എന്ന്. ചൂരൽമലയിലെ ആളുകൾ കൂടി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെടുന്നതും നമ്മൾ മന്ത്രി ഒടുവിൽ അത് നമ്മുടെ ചാനലിലൂടെ പ്രഖ്യാപിക്കുന്നു. സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചുണ്ടൻവള്ളത്തിലൊന്ന് കയറിയാലോ? ആയാപ്പറമ്പ് പാണ്ടി എന്ന പവർ പാണ്ടിയിൽ കയറുക. അങ്ങേക്ക് ചുണ്ടൻവള്ളം സ്വന്തമായിട്ടുണ്ടോ? 2 ചുണ്ടൻവള്ളം. ഏതൊക്കെയാ? ശ്രീഗണേശനും കാർത്തികേയനും. രണ്ടും ഇത്തവണ പങ്കെടുക്കുന്നില്ല. ശ്രീഗണേശൻ ഒരിക്കൽ കപ്പടിച്ചു, 2 തവണ റെക്കോർഡ് അടിച്ച് കപ്പടിച്ചു അല്ലേ? റെക്കോർഡ് അടിച്ച് ശ്രീഗണേശൻ പഴയ ദൂരത്തിൽ ആലപ്പുഴയിലെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ, അന്നിത് 1400 മീറ്ററായിരുന്നു ഞങ്ങളുടെ മത്സര ദൂരം. അത് കഴിഞ്ഞത് 1250 ആക്കി. ഇപ്പോൾ അത് 1040 മീറ്ററായി ചുരുക്കി. 1040 മീറ്ററാണ് ട്രാക്ക്. 1041 മീറ്ററാണ് എക്സാക്ട് ലെങ്ത് ഓഫ് ദ ട്രാക്ക്. 1041 മീറ്റർ കുതിച്ചെത്തുന്നതായിരിക്കും. എങ്കിലും ഒരു പ്രഡിക്ഷൻ ആരായിരിക്കും സാധ്യത? കഴിഞ്ഞ തവണ വിയ്യപുരമായിരുന്നു. അപ്പോൾ വിയ്യപുരം തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. UBC കൈനഗരി ഇന്നലെ കഴിഞ്ഞ തവണ സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്തു, പക്ഷെ 3-ാം സ്ഥാനത്തായിപ്പോയി. ഇത്തവണ UBC കൈനഗരിയും നല്ല തയ്യാറെടുപ്പാണ്, പള്ളാത്തുരുത്തിയും നല്ല തയ്യാറെടുപ്പാണ്. പക്ഷേ പള്ളാത്തുരുത്തി തുഴയുന്നത് കാരിച്ചാലാണ്. കാരിച്ചാൽ 15 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ആരായിരിക്കും ഇത്തവണ കപ്പടിക്കുക? ചുണ്ടൻ വള്ളങ്ങളുടെ അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയിൽ എന്ത് തോന്നുന്നു? ഞാൻ കാരിച്ചാൽ വള്ളത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നാണ് ചുണ്ടൻ വള്ള അസോസിയേഷൻ്റെ പ്രസിഡൻ്റായത്. ആ തരത്തിൽ എനിക്ക് വലിയ വൈകാരികമായൊരു ബന്ധവും എനിക്ക് ഷെയറുള്ള വള്ളവുമാണ്. പക്ഷേ ഇന്നത്തെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മുഴുവൻ ചുണ്ടൻ വള്ളങ്ങളുടെയും പ്രസിഡൻ്റാണ് ഞാൻ. 30 ചുണ്ടൻ വള്ളങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്രാവശ്യം മത്സരിക്കുന്ന 19 വള്ളങ്ങളിൽ ഏതാണ്ട് 10ഓളം വള്ളങ്ങൾ നെഹ്റു ട്രോഫി ജയിക്കാൻ തന്നെ വരുന്നവരാണ്. അതിൽ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞ ആലങ്കാരികതയൊന്നുമില്ലാതെ പറഞ്ഞാൽ ഒരു 5 വള്ളങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അതിൽ ഒരു 3 വള്ളങ്ങൾ നിശ്ചയമായും ജയിച്ചിരിക്കും എന്ന് ഉറപ്പിച്ചുമാണ്. അതിലൊരാൾ ജയിക്കും. അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറയുന്നത് ശരിയല്ല. എൻ്റെ മനസ്സിൽ എനിക്ക് ആര് ജയിക്കുമെന്നും എത്ര വ്യത്യാസത്തിൽ ജയിക്കുമെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒന്ന് കാരിച്ചാലും ഒന്ന് തലവടിയുമായിരിക്കും ആ 3 ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏത് വള്ളം 1 ആകുമെന്നും ഏത് വള്ളം 2 ആകുമെന്നും അത് എത്ര വ്യത്യാസത്തിൽ ജയിക്കുമെന്നും ഒരു ധാരണയുള്ള ആളാണ്. പക്ഷേ എനിക്കത് ഏത് വള്ളം മൈക്ക് മാറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. നമുക്ക് കാത്തിരിക്കാം. ജയിച്ചാലും അത് ഞാൻ അങ്ങയോട് ഒരു ഇൻസിഡന്റ് പറയാം.
എൻ്റെ വള്ളം ഹാട്രിക് നേടാൻ 3-ാം വർഷം ജയിക്കുമ്പോൾ എൻ്റെ വള്ളത്തെ തോൽപ്പിച്ചു എന്ന് വാർത്ത വന്നതും കപ്പ് കൊടുത്തതും ചമ്പക്കുളം ചുണ്ടനാണ്. പക്ഷേ ആ ചുണ്ടൻ വള്ളത്തിൻ്റെ ജയത്തിൽ ഗുരുതരമായ തർക്കവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് 10 വർഷത്തിന് ശേഷം അങ്ങയുടെ ചാനലിന് മുമ്പിലാണ് അത് പറയുന്നത്. ആ വിജയം യഥാർത്ഥത്തിൽ സാങ്കേതികമായി ശരിയായിരുന്നില്ല. പക്ഷെ ഞാനതിന് തർക്കിച്ചില്ല. ഞാൻ ആ വള്ളത്തിന് കപ്പ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ വിജയത്തിൽ തർക്കം ഉണ്ടാക്കിയില്ല. കാരണം ഞാൻ ആ വള്ളത്തിന്റെയും കൂടെ പ്രസിഡന്റാണ്. കറക്റ്റ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ചമ്പക്കുളം അന്ന് സ്വന്തമാക്കിയതുപോലെ വിയപുരം കഴിഞ്ഞ തവണ സ്വന്തമാക്കിയതുപോലെ ഇത്തവണ ആര് സ്വന്തമാക്കുമെന്നതാണ് ചോദ്യം. കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആയാപുരം പാണ്ടിയിലേക്ക്, പവർ പാണ്ടിയിലേക്ക് കയറുകയാണ്. വീണ്ടും നമ്മൾ ചുണ്ടൻ വള്ളത്തിലൂടെ യാത്ര നമ്മൾ നേരെ കൈനഗരിക്ക് പിടിക്കുകയാണ്. അവിടെ നമ്മളോടൊപ്പം യൂണിറ്റ് ബ്രോക്കറുണ്ട്. കൈനഗരി ബോട്ട് ക്ലബിലേക്ക് നമ്മൾ പോകുന്നു. UBC കൈനഗരിയുടെ ചുണക്കുട്ടികളെ നമുക്കൊന്ന് കണ്ടുവരാം.